ഫുക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പേര് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പേര് പോലെ വളരെ വ്യത്യസ്തനായ ഒരു കഥാപാത്രമാണ് ഇതിനകത്തെ ഫുക്രി. ആരാണ് ഇതിനകത്ത് ഫുക്രി എന്നുള്ളത് സസ്പെൻസാണ്. അത് സിനിമ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഞാൻ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലം എൻ്റെ സിനിമയിൽ അധികം വന്നിട്ടില്ല. ഇപ്പോൾ മായൻകുട്ടി പോലുള്ള അല്ലെങ്കിൽ അംസക്കോയ പോലുള്ള കഥാപാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു മുസ്ലിം ഫാമിലി വരുന്നത് ഈ സിനിമയിലാണ് ആദ്യമായിട്ട്. അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ വളരെ രസകരമായ ഒരു ഹ്യൂമർ ട്രീറ്റ്മെൻറ്റാണ് ഇതിനുള്ളത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണിത്. ഒപ്പം തന്നെ രസകരമായ ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് ഈ ലവ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. വലിയ ഇമേജുകൾ ഇല്ലാത്തൊരു ആളായിരിക്കണം ഈ ഫുക്രിയിലെ ഈ ലക്കി എന്ന് പറയുന്ന കഥാപാത്രം. സാധാരണക്കാരനാണ്. ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ് ഇയാൾ. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ അല്ല നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഒരു സാധാരണ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിറങ്ങിയ അല്ലെങ്കിൽ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന അത്തരം ഒരു യുവാവാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ഒരു സ്റ്റാർ ഇമേജ് അല്ല നമുക്ക് വേണ്ടത്, ഒരു സാധാരണക്കാരനാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ജയൻ എപ്പോൾ കാണുമ്പോഴും ഒക്കെ ജയൻ പറയുമായിരുന്നു കടയോടൊരു സിനിമ. അപ്പോൾ ഞാനും പറയും എനിക്കും ഇഷ്ടമാണ് ജയൻ്റെ സിനിമകളൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ജയൻ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യുമ്പോൾ ജയൻ ചെയ്താലാണ് ഈ സിനിമ ഏറ്റവും നന്നാകുക എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിളിക്കും. അങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത് ജയനെ തന്നെയാണ്. ജയനെ വിളിക്കുകയും ജയൻ സന്തോഷത്തോടു കൂടി ഓടി വരികയാണ് ഉണ്ടായത്. എനിക്ക് ജയനിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ജയൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആക്ടറാണ് ജയൻ. ജയൻ്റെ ഒരു വളർച്ച നമ്മൾ കാണാൻ പറ്റും. ഓരോ സിനിമയിലും ജയൻ്റെ ഒരു ആക്ടർ എന്നുള്ള നിലയിലും ജയൻ്റെ വളർച്ച നമുക്ക് പടിപടിയായിട്ട് കാണാൻ പറ്റും. ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ജയൻ ഈ ക്യാരക്ടറെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഇതിനകത്ത് ഇമോഷനാണെങ്കിലും ഹ്യൂമറാണെങ്കിലും മറ്റ് ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ആ ക്യാരക്ടറിന് അകത്ത് നിന്നുകൊണ്ടാണ് ജയൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ആ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല ജയൻ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ജയനോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ക്യാരക്ടറെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്യാരക്ടറിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ജയൻ എപ്പോഴും നിങ്ങൾക്ക് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജയൻ്റെ സിനിമകളെല്ലാം ഒരേപോലെ ഇരിക്കും. ഒരു കഥാപാത്രത്തെ വേറൊരു സിനിമയിൽ അവതരിപ്പിക്കരുത്. ആ കഥാപാത്രം ആ സിനിമയ്ക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഈ ഫുക്രി എന്ന സിനിമ കാണുമ്പോഴറിയാം ഇതിന് മുൻപുള്ളൊരു ജയനല്ല. ഇപ്പോൾ ജയൻ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ജയൻ്റെ പ്രേതമാണെങ്കിലും ജയൻ്റെ സുസു ആണെങ്കിലും ഏത് സിനിമ എടുത്താലും ജയനിൽ ആ കഥാപാത്രത്തെ കൺട്രോൾ ചെയ്ത് ആ കഥാപാത്രത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ അഭിനയിക്കാൻ ജയൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് ജയൻ മനസ്സിലാക്കിയെന്നുള്ളതാണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ സന്തോഷം. ഞാനത് ജയനോട് പറയുകയും ചെയ്തു. അത് ഒരു ആക്ടറുടെ വളർച്ചയുടെ തുടക്കമാണ്. എപ്പോഴും ഒരു സിനിമയ്ക്ക് ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന അഭിനയവും ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ബോഡി ലാംഗ്വേജും പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഒരേപോലെ ഇരിക്കും എന്ന് ജയനോട് പറയുകയും ജയനത് പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയും. ഈ സിനിമയിലും ഈ ലക്കി എന്ന കഥാപാത്രത്തിൻ്റെ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ജയൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജയൻ്റെ വളരെ ഗംഭീരമായ പെർഫോമൻസാണ് ഈ സിനിമയിൽ. എപ്പോഴും പുതിയ കുട്ടികളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാകും. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് അല്ല. പിന്നെ അവരെ അഭിനയിപ്പിക്കാനുള്ള ഒരു സ്ട്രെയിൻ. പക്ഷേ അവർ ടാലൻറ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെയിൻ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാഗയും അനുവും ഒട്ടും സ്ട്രെയിനുള്ള ആക്ടേഴ്സ് ആയിരുന്നില്ല. അവർ വന്ന് ആദ്യത്തെ ദിവസം അവർ ഈ ക്യാരക്ടേഴ്സിൻ്റെ അവർക്ക് രണ്ടുപേർക്കുള്ള അവർ രണ്ടുപേരുടെയും കഥാപാത്രത്തിനകത്തേക്ക് അവർ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എളുപ്പമായി അവരോട് കഥ പറഞ്ഞു കൊടുക്കുകയും ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വളരെ ഈസി ആയിട്ടാണ് പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയത്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ് രണ്ടുപേരുടെയും. രണ്ടുപേരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരൊരു പുതിയ ആക്ടേഴ്സ് ആണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിലാണ് അവരുടെ പ്രകടനം. രണ്ടുപേരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന ശാലിനിയും അതെ. എൻ്റെ കഴിഞ്ഞ സിനിമയിലാണ് ശാലിനി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഈ ഭാസ്കർ ദ റാസ്കൽ. അതിൽ വില്ലൻ
വില്ലൻ റോളാണ് ആ കുട്ടി ചെയ്തത്. ഇതിനകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഗേളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എപ്പോഴും പുതിയ ആളുകളെ നമ്മൾ അഭിനയിപ്പിക്കുമ്പോൾ അതൊരു ത്രില്ലാണ്. കാരണം അവരുടെ എല്ലാം ഫ്രഷാണ്. അവരുടെ ബോഡി ലാംഗ്വേജ്, വോയിസ് അവർ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വന്തം വോയിസിലാണ്. അതേപോലെ തന്നെ അവരൊരു പുതിയ കുട്ടികളാണ് എന്നുള്ള രീതിയിലല്ല, അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പോലെയാണ് അവരുടെ പെർഫോമൻസസ് ഇരിക്കുന്നത്.